ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങൾ ചിപ്പിമോളുമായിട്ട് സുഖമായിട്ട് ജീവിക്കും, ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൈലാസം ഇങ്ങനെ നൈസായിട്ട് മഹേഷിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാം. അപ്പം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും അളിയൻ നടത്തി വെച്ച് വീണുപോയ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അതിൻ്റെ ബാധ്യതകൾ ഇനിയും തീർക്കാനില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുക. അളിയനാണെങ്കിലോ ഒരു പഞ്ചപാവും, എങ്ങനെ ജീവിക്കുമെന്ന് അളിയനീ പറയുന്നേ? അളിയാ, എനിക്കെൻ്റെ പെങ്ങളുടെ കാര്യം നോക്കണ്ടേ? നോക്കാതെ പറ്റുമോ? അങ്ങനെയൊക്കെ നമ്മുടെ മഹേഷ് പറയും. ഇവൻ എനിക്കിട്ട് താങ്ങുന്നതാണോ എന്ന് കൈലാസിനൊരു സംശയം ഉള്ളിൽ. അപ്പോൾ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ എന്നോടാ ഇവൻ്റെ കളി എന്ന് കൈലാസ് മനസ്സിൽ ഇങ്ങനെ നേരം പറയുക. ആ സമയം അളിയനെ ഞാൻ നല്ലൊരു നിലയിൽ എത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അപ്പോൾ അളിയൻ ഇവിടുന്ന് പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ചിപ്പിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാനില്ലല്ലോ. അളിയൻ ഇഷിതയുടെ കയ്യോ കാലോ പിടിച്ച് കൂടെ നിർത്താൻ നോക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ എടുക്കും. അവൾ പറയുന്നു, ഒന്നും കാര്യമാക്കണ്ട, ഞാനും മഞ്ജുമയും സ്ഥലം മാറി തരാം, അളിയൻ എതിർത്ത് എൻ്റെ അടുത്ത് ഒന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാസ് പറയുമ്പോൾ ഇഷിത വരില്ല അളിയ, ചിപ്പിയുടെ കാര്യത്തിൽ ചിലതൊക്കെ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് ഇഷിതയുടെ കയ്യും കാലും പിടിക്കാൻ ഇനി മഹേഷ് പോവില്ല എന്നും മഹേഷ് പറയുക. അതുമാത്രമല്ല, വിനോദിൻ്റെ വിവാഹ നിശ്ചയം അത് ഉടനെ ഉണ്ടാകുമെന്നും എല്ലാത്തിനും അളിയൻ തന്നെ മുന്നിൽ നിന്ന് വേണം നടത്താൻ. അളിയൻ തീരുമാനം മാറ്റും അല്ലേ? ഇനി അളിയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് ഞാനും വിനോദുമാണെന്നൊക്കെ പറഞ്ഞു മഹേഷ് ഇങ്ങനെ കൈലാസിനോട് പറഞ്ഞു. അളിയനെ നല്ലൊരു സ്ഥലത്ത് എത്തിച്ചാലല്ലേ ഞങ്ങൾക്കും ഒരു സമാധാനം ഉള്ളൂ. തീരുമാനമൊക്കെ മാറിയല്ലോ ഇല്ലേ? ഇനി അളിയൻ റൂമിലോട്ട് ചെല്ല് എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മുടെ മഹേഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നീയൊക്കെ എവിടെ കിടന്ന് തുള്ളിയാലും കൈലാസിന് പിടുത്തം കിട്ടില്ലടാ. കൈലാസ് മാനത്തോളം വളർന്നു. കൈലാസ് ആരാണെന്ന് നിനക്കൊന്നും അറിയില്ലടാ. എങ്ങനെ വീണാലും 4 കാലിൽ കൈലാസ് വീഴുവടാ. അതാണ് കൈലാസ് എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇവിടെ നിൽക്കുക. ഇതേ സമയത്ത് നമ്മുടെ ഇഷിത അവിടെ ഹോസ്പിറ്റലിൽ കുട്ടികളെയൊക്കെ പരിശോധിക്കുകയും പിന്നെ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് നമ്മുടെ ഇഷിത. ആ സമയത്ത് ഇഷിതയുടെ ഫോണിലേക്ക് വിനോദിൻ്റെ കോള് വന്നു. ഏട്ടത്തി ഒരു അഗ്നിപരീക്ഷയ്ക്ക് വിധേയാകേണ്ട സമയമാണ്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് വിനോദ് വിളിച്ചു പറയുക. അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്ന സീതയെ പോലെ ഏട്ടത്തിക്കും പുറത്തു വരാം എന്ന കാര്യം വിനോദ് പറയുക. അതിനു വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഏട്ടൻ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇഷിത. മനസ്സിലാക്കാനൊന്നുമില്ല, ഏട്ടത്തി നിരപരാധിയാണെന്നുള്ളത് തെളിയാൻ പോവുകയാണെന്നുള്ള കാര്യം വിനോദ് പറയുക. പിന്നിൽ നിന്ന് കളിച്ചവരുടെ മുഖം മൂടി ഇന്നഴിഞ്ഞു വീഴുകയാണെന്നും വിനോദ് പറഞ്ഞു. ഏട്ടത്തി ഒന്ന് വെറുതെ നിന്ന് തന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഏട്ടൻ നോക്കിക്കോളൂ എന്ന കാര്യവും പറഞ്ഞ് ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇനിയൊരു വിധി അവൻ ഞാൻ നിന്ന് തരില്ല എന്ന് ഇഷിത പറഞ്ഞു. എന്താണ് മഹേഷിൻ്റെ പ്ലാൻ എന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പം ശരിയല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞു. വിവരങ്ങളെല്ലാം നമ്മുടെ വിനോദ് പറഞ്ഞു കൊടുത്തു. ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി എന്നാൽ വേഗം വീട്ടിലോട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ വിനോദ് സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം പോകാൻ റെഡിയായിട്ട് കൈലാസും അതുപോലെ മഞ്ജുമയും കൂടി അങ്ങോട്ടേക്ക് വരിക. അമ്മയെ കണ്ടൊരു യാത്ര ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൈലാസ് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ എന്നും പറഞ്ഞ് മഞ്ജുമ വിളിക്കുന്നു. അപ്പോൾ താൻ വരുമോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ദേ അങ്ങോട്ട് വരുന്നു. അമ്മയോട് യാത്ര ചോദിക്കുമ്പം നീ അവൻ്റെ കൂടെ പോകാൻ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈലാസേട്ടൻ തീരുമാനം മാറ്റില്ല അമ്മേ, എൻ്റെ ഭർത്താവ് പോയാൽ പിന്നെ ഞാൻ എന്തിനാ അമ്മേ ഒരു വിധവയെ പോലെ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ രാമൻ വന്നിട്ട് പോയാൽ മതിയെന്ന് നിങ്ങളോട് ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും നിങ്ങളത് കേട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നവലി പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ നിനക്ക് അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത്. ഇതെന്താ എന്നും ചോദിച്ച് വന്നു കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിതുപോലെ. അപ്പം അങ്ങനെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അളിയനും പെങ്ങളും ഭാഗക്കേട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം അളിയാ എന്ന് കൈലാസ്. അളിയൻ ഭാര്യയെയും കൂട്ടി വന്ന് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുക, അതാ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ അതിനൊരു തടസ്സമായി ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞ് നമ്മുടെ കൈലാസേട്ടൻ പറയുന്നു. എൻ്റെ അളിയൻ ഞാൻ പറഞ്ഞതല്ലേ ഇഷിത ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടില്ല എന്നുള്ളത്, അതൊന്നും മനസ്സിലാക്ക്. അളി ഇനി ഭാഗമായിട്ട് അകത്തേക്ക് പൊയ്ക്കല്ലേ? അപ്പം ഇല്ല അളിയ, ഞാൻ കാരണം ദേ ഒരു കുടുംബവും തകരാൻ പാടില്ല എന്നും പറഞ്ഞ് കൈലാസിൻ്റെ ഭയങ്കര ഡയലോഗ്. കൈലാസ് ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അളിയൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അളിയൻ പോകരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് മഹേഷ് ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് അളിയനെ പോലെ ഒരാളെ എൻ്റെ പെങ്ങൾക്ക് ഭർത്താവായി കിട്ടിയതേ അഭിമാനിക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞ് ഇവനായിട്ട് വാരിക്കൊണ്ടേയിരിക്കുക മഹേഷ്. അന്ന് ഇഷിത തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ലേ അളിയൻ്റെ കഴുത്തിന് ഞാൻ കയറി കുത്തിപ്പിടിച്ച് പോയത്, അതിലെനിക്ക് കുറ്റബോധം ഉണ്ട് അളിയ, അളിയൻ എന്നെ ഒന്ന് മനസ്സിലാക്കളിയാന്ന് പറഞ്ഞു. അവൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ കൈലാസേ, നീ നിൻ്റെ തീരുമാനം മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മരുമോനോട് പറയുന്നു. മഹേഷേ
ദേ നീ ആത്മാർത്ഥമായിട്ട് എന്നെ പറയുന്നതാണോ? ഇതിപ്പോൾ ഹൃദയം പറിച്ച് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണെന്ന് മഞ്ജിമയോട് അന്നേരം നമ്മുടെ മഹേഷ് ചോദിച്ചു. പിന്നെ അമ്മേ, ഞാൻ ചെയ്ത തെറ്റിന് ഇളയനോട് ക്ഷമ പറയാം, വേണമെങ്കിൽ അളിയൻ്റെ കാല് പിടിച്ചു വേണമെങ്കിലും മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ കാലൊന്നും പിടിക്കണ്ട, നിനക്ക് എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ. കൈലാസേട്ടൻ ഒരു തീരുമാനം പറയട്ടെ, അപ്പം ഇവൻ എന്തോ ഒരുക്കേണി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് കൈലാസ് ഉള്ളിൽ പറയുന്നു. അപ്പോൾ കൈലാസ് അമ്മയാ പറയുന്നത്, നീ അകത്ത് പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പം മഞ്ജിമേ, നീ ബാഗ് എടുത്ത് അകത്ത് വെക്കുക എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ദേ കയറി വരുന്നത് നമ്മുടെ ഇഷിതയെ കണ്ടപ്പോഴത്തേക്ക് ഇവൻ്റെ ഗ്യാസ് പോയിട്ടോ. ഒരു ഗോസലും ഇല്ലാതെ നമ്മുടെ ഇഷിത വീട്ടിലേക്ക് കയറി വരുത്തും. ഇഷിതയെ കണ്ടപ്പോഴേക്ക് സ്വപ്നവല്ലി അങ്ങ് ചാടി അങ്ങ് ചെന്നില്ലേ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളല്ലേടി, പിന്നെ എന്തിനടി നീ ഇങ്ങോട്ട് കയറി വന്നത്? നാണോ മാനോ ഇല്ലാതെ കയറി വന്ന് എന്തിനടി എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് നാണോ മാനോ ഇല്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് നേരത്തെ ഇഷിത തള്ളയോട് തിരിച്ചു ചോദിച്ചു. എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അമ്മ. ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവില്ലാത്ത നേരം നോക്കി ഭർത്താവിൻ്റെ അളിയനെ കയറി പിടിക്കുമോ എന്നൊക്കെ നമ്മുടെ ഇഷിത ചോദിക്കുക. അപ്പോഴേക്കും ഇവൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുകാൻ തുടങ്ങി. മയക്കുമരുന്നടിച്ച് പോലീസിൻ്റെ വലയിലൊക്കെ ചെന്ന് വീഴുവോ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാ നീ എൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും വന്ന് കയറിയത്? അപ്പോൾ വന്നു കയറിയതല്ലോ, അമ്മയുടെ മകൻ കെട്ടിക്കൊണ്ടു വന്നതല്ലേ എന്ന് ഇഷിത സ്വപ്നവല്ലിയോട് ചോദിച്ചു. പറഞ്ഞു വിടടാ ഇവളെ എന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്കും സ്വപ്നവല്ലി. അപ്പോൾ അങ്ങനെ അവളെ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിച്ചു. എന്നും പറഞ്ഞ് നോക്കുക കേട്ടോ, നിയമപരമായിട്ട് ഇവളെൻ്റെ ഭാര്യയല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ അവൾ എൻ്റെ പേരിൽ പീഡനത്തിനൊരു കടലാസ് കൊടുത്താലേ എനിക്ക് അകത്ത് കിടക്കേണ്ടി വരത്തില്ലേ അമ്മേ? ശരിയല്ലേ അളിയാ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവർ? അതും മാത്രമല്ല അളിയാ, അളിയനാകുമ്പോഴേ ഈ കേസിൻ്റെ വകുപ്പും ശിക്ഷകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എങ്ങനെ ശരിയല്ലേ? ഈ ഗാർഹിക പീഡനം ഏത് വകുപ്പിൽ വരും അളിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ കൈലാസിനെ അവിടെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കാം. ഇവനിങ്ങനെ കിടന്ന് ഇങ്ങനെ ഉണ്ടോണ്ടിരിക്കുക കേട്ടോ. അളിയൻ ചെറുതായിട്ടൊന്ന് വിയർക്കുന്നുണ്ടല്ലോ എന്ന് മഹേഷ്. പേടി തോന്നുന്നുണ്ടോ അളിയന്? അപ്പോൾ ഉള്ളിലൊരു പെടച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടേ, അതാ ചോദിച്ചത്. നീ തീർന്നടാ എന്ന് കൈലാസിനോട് മഹേഷ് പറഞ്ഞു തീർന്നില്ല. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം മഞ്ജിമ ചെന്ന് വാതിൽ തുറക്കുന്നു. ദാ കയറി വരുന്നു നമ്മുടെ മയൂരി. ഈ പെണ്ണിനെ വെച്ചിട്ടുള്ള നിന്റെ നാടകം വില പോകാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും കൈലാസ് പറയുക. അപ്പം എന്ത് നാടകം? ഏത് പെണ്ണ്? ഇവളെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇവളേതാ? അളിയൻ എന്തിനിങ്ങനെ അവിടെ ഒച്ച വെക്കുന്നത്? അവള് വന്നിട്ട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അളിയൻ എന്താ അളിയ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മഹേഷ് ചോദിക്കുക. അല്ല അളിയൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇവൾ ആരാണെന്ന് അളിയൻ അറിയാവല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ മഹേഷ്. അപ്പോൾ നിനക്കെന്താ കൈലാസേ, അളിയൻ ആദ്യത്തെ ഗോളിൽ തന്നെ ഹിപ്പ് ടിക്കറ്റ് ആയെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അന്നേരം അങ്ങ് കയറി പറഞ്ഞു. മഹേഷ് അത് പറഞ്ഞപ്പോൾ വല്ലാതായിട്ടോ ഇയാള്. ദേ ഇവൾ ആരാണെന്നും അളിയനും ഇവളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും കൃത്യമായിട്ട് അളിയൻ അറിയാം അല്ലേ അളിയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ തട്ടി വിടുക. അപ്പോൾ അളിയൻ ഇവളെ അറിയാം അല്ലേ അളിയാ എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് അളിയൻ്റെ സ്ഥിരം മുൻകൂർ ജാമ്യ പരിപാടി ഇവിടെ ചീറ്റി പോയി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ആരാടി, നിനക്കെന്താ വേണ്ടത് എന്ന് മയൂരിയോട് മഞ്ജിമ ചോദിക്കുമ്പോൾ അത് അയാൾക്കറിയാവെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താ കൈലാസേട്ടൻ ഇത്, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ കൈലാസേട്ടൻ ഇവളെ അറിയാവോ എന്ന് മഞ്ജിമ ചോദിക്കുക. അപ്പോഴേക്കും കൈലാസം പെട്ട് നിൽക്കുന്നു. അളിയന് ഇവളെ അറിയാമെന്ന് ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കേട്ടോ അളിയ. അത് മനസ്സിലാകാത്തതേ നിനക്ക് മാത്രമാണെന്നുള്ള കാര്യം മഞ്ജിമയോട് മഹേഷ് പറയുക. അളിയനൊരു തടയിട്ടതാ, പക്ഷെ അത് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ആ കാര്യം അങ്ങ് കൈകാര്യം ചെയ്യുക. എങ്ങനെ ലോക്ക് ചെയ്ത ഫോണും അളിയൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ലോക്ക് മാറ്റാൻ അങ്ങേ അറ്റു എക്സ്പേർട്ടാണ് അളിയൻ, നിനക്കത് അറിയാവോ എന്ന് മഹേഷ് ചോദിച്ചു. എന്നിട്ട് ആ ഫോണിൽ നിന്ന് അളിയൻ്റെ ഫോണിലേക്ക് അളിയൻ മെസ്സേജ് അയക്കും. അതാണ് അളിയൻ്റെ പണി. ഇതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജിമ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഹിര അളിയൻ്റെ ട്രാപ്പിൽ വീഴും അല്ലേ അളിയാ? അതല്ലേ? പക്ഷേ അളിയൻ്റെ ആ ഒരു മുൻകൂർ ജാമ്യമേ ഇവിടെ ആദ്യമേ തന്നെ പൊളിഞ്ഞു. അതാ ഇപ്പം എല്ലാവരും കണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് എല്ലാം തകർത്തു വാരും. അമ്മയും മോള് നോക്കി നിൽക്കുക. കൊച്ചേ നീ കയറുവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മയൂരിനെ അകത്തേക്ക് വിളിച്ചു. മയൂരി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ കൈലാസം നിന്ന് ഒരുകാൻ തുടങ്ങി. അപ്പോൾ ആ നിമിഷം ഫ്ലാറ്റ് തകർന്നെങ്കിലോ എന്ന് പോലും കൈലാസ് ആഗ്രഹിക്കുക. ഇനി ഇവള് പറയും, നീ അത് കേൾക്കും എന്ന് നമ്മുടെ മഹേഷ് പറയുക. നീ ശബ്ദിക്കില്ല, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് മഹേഷ് മയൂരിയോട് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ മയൂരി പറയുക. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ.
അപ്പോൾ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ നിൽക്കുന്ന ഡോക്ടറെ ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇത് ചതിയാണ്, ഇവനൊരു പെണ്ണിനെ വേഷം കെട്ടിച്ചുകൊണ്ട് വരുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാസ് അന്നേരം ചാടിക്കയറി പറയുന്നു. ഊരിപ്പോരാൻ വേണ്ടി പറയുന്നതാ. പക്ഷേ ബലം കാണുന്നില്ല. ഇവനും ഇവൻ്റെ ഭാര്യയും ചേർന്നുള്ള ഒത്തുകളിയായതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പോഴേക്കും കൂട്ടത്തിൽ അവൻ്റെ ചെവിക്കല്ല് തീർത്തിട്ടൊരു ഒറ്റ വരണം നമ്മുടെ മഹേഷ്. അവൻ ഞെട്ടിപ്പോയി. അമ്മയും പെങ്ങളും എല്ലാവരും ഞെട്ടിപ്പോയി. അന്തം വിട്ടിവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. താത്ത പറയിക്കുന്നത് പോലെ ഇവനെ കൊണ്ട് പറയിക്കാൻ അറിയാലോ നമ്മുടെ മഹേഷിനും. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടാ നിന്നോടൊന്നും ചോദിച്ചുകൊണ്ട് അവൻ്റെ നേരെ അങ്ങ് ചെന്നില്ലേ നമ്മുടെ മഹേഷ്. എൻ്റെ ജീവിതം തീർത്ത പാപിയാണ് ഇയാളെന്നും പറഞ്ഞ് മയൂരിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞില്ലേ. ഇവനൊട്ടും പ്രതീക്ഷിച്ചില്ല. നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു. എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇയാളെ തകർത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മയൂരിയോട് മഞ്ജുമ, നീ എന്ത് മനസ്സിൽ വെച്ചിട്ടാടി ഇവനെ കണ്ടിട്ടാണോ നീ നുണയൊക്കെ വന്ന് പറയുന്നത്? നിനക്ക് എത്ര രൂപ തന്നടി ഇഷിത എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് പണം തന്നിട്ടുള്ളതേ നിങ്ങളുടെ ഭർത്താവാണെന്ന് നേരത്തേക്കും മഞ്ജുമ മയൂരി മഞ്ജുമയോട് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നു. നീ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ എന്ന് സ്വപ്നവല്ലി മയൂരിയോട് ചോദിക്കുക. പിന്നെ ഇവനെ നിനക്ക് അറിയാമെന്നുള്ളതിന് എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് സ്വപ്നവല്ലി ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിക്കമ്മേ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് മോള് ഇവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം ഒരു തെളിവും ഇല്ലാതെ ഇതുപോലൊരു കുടുംബത്തിലേക്ക് കയറി വരാനേ ഞാൻ ധൈര്യം കാണിക്കുമെന്ന് നിങ്ങളെന്താ കരുതുന്നുണ്ടോയെന്ന് ചോദിച്ചു. ആ സമയത്ത് ശരിയാണല്ലോ എന്നിവരിങ്ങനെ ചിന്തിക്കുക. കൈലാസിനെ വട്ടം പൂട്ടി ഇവര്. വെറുതെ ഒരു പെണ്ണിന് എന്തായാലും ചുമ്മാ പണം കൊണ്ടു തരുമോ? തരത്തില്ലല്ലോ. അവസാനം ഇയാൾ തന്നതേ 2 ലക്ഷം രൂപയാണെന്നുള്ള കാര്യവും മയൂരി ഇവിടെ അങ്ങ് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവൻ. ഈ കൈലാസ് എല്ലാം കയ്യിൽ നിന്ന് പോയി വെളുത്ത് പണ്ടാരടങ്ങിയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ കൊടുത്ത 40 ലക്ഷം രൂപയിൽ നിന്നാണ് ഇവൻ എനിക്കിത് തന്നതെന്ന കാര്യവും പറഞ്ഞു. അപ്പോഴും ഒരു ഞെട്ടി. സത്യമാണല്ലോ ഇതൊക്കെ പറയുന്നത്, വരുന്നതെല്ലാം നേരാണല്ലോ. ഇഷിത മേഡത്തിനെ മയക്കുമരുന്ന് കേസിൽ കുടിക്കിയതിന് എനിക്ക് ഇയാൾ 50,000 രൂപയും ഇട്ട് തന്നു എന്നുള്ള കാര്യങ്ങളും മയൂരി പറയണു. അതൊക്കെ കേട്ട് ഇങ്ങനെ നല്ല തൃപ്തിയായിട്ട് നിൽക്കുക നമ്മുടെ കൈലാസേട്ടൻ. എന്നെ പേടിച്ച് ഇയാൾ ഞാനറിയാതെ എൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു എന്നും ഇഷിത മേഡം എന്നെയും കൂട്ടി കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതറിഞ്ഞ് ഇയാൾ എന്നെ വിളിച്ചുവെന്നും അതിനുശേഷം ആ മയക്കുമരുന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം തെളിവുകളെല്ലാം നമ്മുടെ മയൂരിയുടെ ഫോണിലുണ്ടായിരുന്നു. ആ വോയിസ് നോട്ടെല്ലാം കേൾപ്പിച്ചു കൊടുക്കാൻ പറയുക. അങ്ങനെ ഇവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം പൊക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മഹേഷ് അവനെ ആ വീട്ടിലിട്ട് എന്താ പറയേണ്ടത്, അടിച്ച് തകർത്ത് ചവിട്ടിക്കൂട്ടിയെന്നാണ് പറയേണ്ടത്. ഇയാൾ എന്നെ വിളിച്ച കോളുകൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മയൂരി ഇങ്ങനെ പറയും. അപ്പോഴേക്കും അമ്മയും പോലും തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിൽക്കുക. വിനോദ് സാർ എന്നെ കാണാൻ വന്നപ്പോഴും ഇയാൾ എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യവും ഞാനത് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇയാളത് പോലീസിന് കൈമാറിയാൽ മതിയെന്ന് നമ്മുടെ മഹേഷ് അന്നേരം മയൂരിയോട് പറഞ്ഞു. അങ്ങനെ കൈലാസിനെ പോലീസിന് വിട്ടുകൊടുക്കാനായിട്ട് മഹേഷ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇഷിതയോട് വന്ന് മയൂരി ക്ഷമ പറയും, എന്നോട് ക്ഷമിക്കണം മേഡം, അപ്പം നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നും പറഞ്ഞ് ഇഷിത പറഞ്ഞു. ഇവനെ പോലെയുള്ളവരുടെ ട്രാപ്പിൽ ഒരു പെണ്ണ് വീണു പോയാൽ പിന്നെ അവൾക്ക് ഈ ജന്മം രക്ഷപ്പെട്ട് കയറി പോരാനാവില്ല എന്ന് ഇഷിത തന്നെ പറയുന്നു. ഇവനെ കുത്തിന് പിടിച്ച് ഏറിൽ നിർത്തിയിരിക്കുക നമ്മുടെ മഹേഷ്. പിന്നെ ഇവൻ ഭീഷണിപ്പെടുത്തി പലർക്കും കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോണ്ടല്ലോ എല്ലാവരും ഞെട്ടി നിൽക്കുക. ആ ഒരു നിലയ്ക്ക് നീ എന്നോട് ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല എന്ന കാര്യവും പറഞ്ഞ് ഈ നമ്മുടെ ഇഷിത ഇങ്ങനെ ഇതെല്ലാം അവിടെ നിന്ന് പറഞ്ഞു. നിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതെല്ലാം നീ പോലീസിന് കൈമാറണമെന്ന് പറയുമ്പം ഞാനത് ചെയ്യും മേഡമെന്ന് മയൂരി പറഞ്ഞു. ഈ നികൃഷ്ടൻ നാളെ എന്നെ കൊന്നാലും അഭിമാനത്തോടെ ഞാൻ മരിക്കുമെന്നും മയൂരി അവിടെ വെച്ച് ഇങ്ങനെ ഇവരോടെല്ലാവരോടുമായിട്ട് പറയുക. അപ്പം നീ ഒരു പാവം പെണ്ണായിപ്പോയി, എന്നെക്കുറിച്ചല്ല നിന്നെ ഓർത്തിട്ടാണ് ഞാൻ വേദനിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഇഷിത അന്നേരം പറയാം. ഇവനാണെങ്കിൽ കാറക്കോവി ഇങ്ങനെ നിൽക്കുക, എയറിൽ നിൽക്കുക. അപ്പോൾ എന്നെ ആരൊക്കെ സംശയിച്ചാലും അത് നേരിടാനുള്ള ആത്മബലം അത് എനിക്കുണ്ടെന്നും ആരുടെ മുന്നിലും ഇഷിതയുടെ ശിരസ് കുനിയില്ല എന്നും ഇഷിത ഇങ്ങനെ അമ്മായിയമ്മയോടും നാത്തൂനോടുമായിട്ട് പറയുന്നു. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി എന്നൊരു പെണ്ണ് ജീവിതം തുടങ്ങുന്നു അന്നു മുതൽ അവളൊരു ശവം മാത്രമായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇഷിത ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ മേഡം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മയൂരി ഇങ്ങനെ യാത്ര പറഞ്ഞു. അപ്പോൾ ഇനി എന്താ നീ ചെയ്യേണ്ടത്? നീ വെറും കൈയോടെ പോവുകയാണോ? ഇതുപോലുള്ള ദുഷ്ടന്മാരോട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്ന് ഇഷിത മയൂരി ചോദിച്ചു. എന്നിട്ട് അടിക്ക് അവൻ്റെ മുഖത്തൊന്നും പറഞ്ഞിട്ട് അടിപ്പിച്ച് ഒരൊറ്റ അടിയായിരുന്നു.
മയൂരി കൈലാസിൻ്റെ കരണക്കുറ്റി നോക്കിയിട്ട്. എന്തായാലും അടിയൊക്കെ മേടിച്ച് തൃപ്തിയായിട്ട് അവൻ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.